ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ടോപ്പ് ഓഫ് യൂറോപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ഫസ്റ്റ് ബസ് തന്നെ നമ്മൾ പിടിച്ച് ഇനി നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തെങ്കിൽ കൂടി തന്നെ നമ്മൾ അവിടെ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. രാവിലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞ് വീണ് ഒരു പ്രത്യേക ഭംഗി തന്നെ. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ എത്തി. ഇവിടുന്ന് നമുക്ക് ഇനി ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. നമ്മൾ ഇന്നലെ തന്നെ വന്ന് നോക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു. വന്ന് കണ്ടുപിടിച്ച് കറങ്ങിയൊന്നും വേണ്ടായിരുന്നു. സ്ട്രെയിറ്റ് അവിടെ കൗണ്ടറിൽ വന്ന് നോക്കിയാൽ മതിയായിരുന്നു. The fastest route is going to take the train from here to Grunewald Terminal. From there, the cable car to Eichletter and by train to Jungfrau. Okay. That takes about 1.5 hours. Okay. Or you can also do all by train. So you start here, then you take the train to Lauterbrunnen, and from there all the way up by train to Jungfrau. Okay. Both routes are included in the same tickets. So you can also go, for example, one way up and the other way down. Okay. The quicker rate, it's on platform number 2B, and next one will be at 7:34. Okay. These are the timings going outbound, right? 7:34, That's 8:4. going up, and this one is then coming down. Okay. So that is our decision. When you want to come, you can catch the next train, right? Yeah. Okay. Also 7:34, but on platform number 2A. Okay. This is the other way, right? This one here is the long way, takes around 2 hours all by train. Okay. And this one here is the Short way. Okay. ടിക്കറ്റിൻ്റെ കൂടെ അവർ നമുക്ക് 2 പാസ്പോർട്ടും തരും. അപ്പോൾ അത് നമുക്ക് അവിടെ പോയിട്ട് സ്റ്റാമ്പ് ചെയ്യാം. അപ്പോൾ അവർ നമുക്ക് നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എവിടേക്കാണ് പോവേണ്ടത്. 2 റൂട്ടുണ്ട്. ഒന്ന് ലോങ് പോകുന്നതും ഒന്ന് ഷോർട്ട് ജേണി പോകുന്നതും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഷോർട്ട് ജേണി പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലോങ് ജേണി. ഒരു മൗണ്ടെയിൻ ഉണ്ട്, അവിടെ കുറച്ച് ഗ്രാമം അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് ജേണിയിൽ വരാമെന്ന് വെച്ച്, ലോങ് ജേണിയിൽ ഇങ്ങോട്ട് വരാം. അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് ടോപ്പ് ഓഫ് യൂറോപ്പ് എത്താൻ ഉള്ള കണക്കിന് ഷോർട്ട് ജേണി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ കയറി, പിന്നെ ഒരു കേബിൾ കാർ, പിന്നെ ഒരു ട്രെയിൻ കയറിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ട്രെയിൻ കയറി ജേണി സ്റ്റാർട്ടായി. അപ്പോൾ ടോപ്പ് ഓഫ് യൂറോപ്പ് പോവാൻ പ്ലാൻ ചെയ്യുന്നവർ മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. പിന്നെ സ്റ്റേഷനിൽ വന്നിട്ട് ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ മാക്സിമം ഫസ്റ്റ് ഇതിന് തന്നെ പോവാൻ നോക്കണം. കാരണം ഇത് നമ്മളിപ്പോൾ പോകുന്നതിൽ 1 hour നമുക്ക് ഡിലേ ആയി. എന്തോ ഒരു ബ്ലോക്കോ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് 1 hour ഡിലേ ആയി. അപ്പോൾ നമ്മൾ 1 hour ഡിലേ ആയിട്ടാണ് എത്തിയത് അവിടെ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും പോവാൻ ഉദ്ദേശിക്കുന്നവർ ഫസ്റ്റ് ഇതിൽ തന്നെ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ടൈം അങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകൾ, പുഴ, ചെറിയ ചെറിയ വീടുകൾ, മല, മഞ്ഞൊഴുകി വരുന്നത് കണ്ടോ. Nächster Halt, Matten. Next stop, Matten. പിന്നെ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് അവിടുന്ന് എടുക്കണം. നമ്മൾ ഓൺലൈൻ എടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാണ്ടിരിക്കരുത്. അവിടുന്ന് ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ചെക്കിങ്ങിന് ആൾ വരുമ്പോഴത്തേക്ക് അവരെ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി വിടും. പിന്നെ അവിടെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ട്രെയിൻ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊരു ലേഡിക്ക് പറ്റി. അപ്പോൾ അതുകൊണ്ട് ആരും മറക്കരുത് ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ആ മലയുടെ മുകളിൽ കൂടി മഞ്ഞൊഴുകുന്നത്. നമ്മളിപ്പോൾ അവിടുന്ന് എടുത്തില്ലായിരുന്നെങ്കിലേ ഇവിടെ ഇറക്കി വിട്ടു അടുത്ത സ്റ്റോപ്പിലൊക്കെ പോകണം. അത് തന്നെ ഈ പ്രിൻ്റ് ഔട്ട്. റോഡ് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയൊരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ. Nächster Halt, Wilderswil. Next stop,
ശരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ, അതെ ആനിമേഷനിൽ സഞ്ചരിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ തോന്നുന്ന കണക്കത്തെ കാഴ്ചകളാണ്. പുഴയുടെ വെള്ളം എന്നൊക്കെ പറഞ്ഞ ക്രിസ്റ്റൽ കണക്കത്തെ വെള്ളം, നമുക്ക് ഇറങ്ങാൻ തോന്നുന്ന അത്രയ്ക്ക് ഭയങ്കര ഒരു ഭംഗിയുള്ള വെള്ളം. ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലായിരുന്നത്, അപ്പോൾ രണ്ട് വ്യൂ കാണാമല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരും രണ്ട് സൈഡിലാണ് ഇരുന്നത്. ഇവിടെ ആൾക്കാർ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങുന്നവരുണ്ട്, എന്നിട്ട് അടുത്ത ട്രെയിനിൽ കയറും. പിന്നെ ഇവിടുന്ന് ആൾക്കാർ കയറുന്നവരുണ്ട് ഓരോ സ്റ്റോപ്പിൽ നിന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എല്ലാം റിട്ടേൺ വരുമ്പോൾ നോക്കാമെന്ന് കരുതി. ബ്രേക്ക്ഫാസ്റ്റ് പോലും നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ ബുഫേറ്റൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഒരു ക്രോയിസൻറ്റും ടീയും കുടിച്ചത്. പിന്നെ വിശക്കുന്നൊന്നുമില്ല, എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെയോ ഒരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തി ആ മഞ്ഞുമല കണ്ടാൽ മതി, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് കേബിൾ കാറിൽ കയറാൻ പോവുകയാണ്. അതും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിൻ്റെ ഒരു നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഈ കേബിൾ കാർ ഇങ്ങനെ ആകാശത്തൂടി പോകുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഓടി ഓടി പോകുന്നത്. കേബിൾ കാർ അവിടെ നിന്ന് വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ മാത്രം ഒരു കേബിളിൽ കയറാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ചാടി ഒരു കേബിളിൽ കയറി. അപ്പോഴേക്കും കുറേ ആൾക്കാർ നമ്മളെ കൂടെ കയറി. ആൾക്കാർ ഇത്രയ്ക്ക് അവർ ചിന്തിക്കണ്ടേ, അവർക്ക് ഫാമിലി ആയിട്ട് അവർക്ക് വേറെ കയറിയാൽ പോരെ. അതും ചൈന എന്തൊക്കെയോ ഭാഷ, കല 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 എന്ന് പറഞ്ഞ അലപ്പ് തന്നായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾ ഒറ്റയ്ക്കൊരു ക്യാബിനിൽ കയറിയിട്ട് എൻജോയ് ചെയ്യാമെന്ന്. പക്ഷെ ഞങ്ങളെ കൂടെ ഒരു 10-15 പേരും കൂടെ അങ്ങ് കയറിക്കളഞ്ഞു. അങ്ങനെ കേബിൾ കാർ സ്റ്റാർട്ടായി. എൻ്റെ പൊന്നെ, എനിക്കിതൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. കാണുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഓക്കെ, I mean, for it to say new, I think it probably is still pretty fresh. I was all because that's the third time I'm on the top. I thought ശരിക്കും നമ്മൾ സ്വർഗത്തിലാണെന്ന് തന്നെ പറയാം. അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു കാഴ്ചകളും മനോട്ട് എഴഞ്ഞു കിടന്നൊക്കെ ഫോട്ടോ എടുക്കുക. പൈൻ മരത്തിന്റെ ഫോട്ടോസ് എടുക്കുന്നു മനോട്ട്. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇത് കയറി പോകുന്നത്. ഇറങ്ങി പോകുമ്പോൾ കുറച്ച് സ്പീഡിനായിരിക്കും, കാരണം നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്നതൊക്കെ നല്ല സ്പീഡിനാണ് ഇറങ്ങുന്നത്. കയറി പോകുന്നത് സ്ലോ ആയിട്ടാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ കാണുമായിരുന്നു. വീഡിയോസ് ഞാൻ കുറച്ചെടുത്തു. സൈക്കിളേ പോകുന്നുള്ളൂ. എനിക്കൊന്ന് മഴക്കാലത്ത് ഇവിടം വരെയൊക്കെ മഞ്ഞെത്തുമായിരിക്കും. അല്ല മഞ്ഞുകാലത്ത് the storm hit and I was like, you stood back. വീഡിയോ You don't know. I also have pictures. You have pictures? I took pictures of like, അങ്ങനെ നമ്മൾ കേബിൾ കാർ കഴിഞ്ഞിട്ട് ഇനിയൊരു ട്രെയിൻ ജേണിയാണ്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ ഉയരങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ചെവി അടയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാപ്പ്, ഇയർ മഫ് ഒക്കെ ഉപയോഗിക്കണം. അപ്പം ഞാൻ വണ്ടർ ഫുഡിയുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അവർക്ക് ഈ ചെവിയൊക്കെ അടഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇയർ മഫ്, ക്യാപ്പ്
എക്സ്ട്രാ ഒരു സ്വെറ്റർ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മഞ്ഞിൻ്റെ ഏകദേശം അടുത്തെത്തി എന്ന് തന്നെ പറയാം. നീ ട്രെയിൻ കയറി അവിടെ എത്തണം. അങ്ങനെ നമ്മൾ ട്രെയിൻ ജേർണി സ്റ്റാർട്ടായി. ഒരു കുത്തനെ ഉള്ളൊരു കയറ്റമാണ്. അപ്പോൾ അങ്ങനെ കയറ്റം കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ മെൻ്റലി പ്രിപ്പയർ ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പാനിക്കാവും. ഒരു ഇരുട്ട് ഗുഹയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഇത് നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അവർ തരും. നമ്മൾ ഓടിപ്പോയി ഫോട്ടോ എടുത്തിട്ട് വരണം. ഈ ആൾക്കാർ ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ 5 മിനിറ്റ് കഴിയും. ജസ്റ്റ് ഒന്ന് പോയി ഫോട്ടോ എടുത്തിട്ട് വരണം, അങ്ങനത്തെ ഇത്. അപ്പം ഞാൻ എൻ്റെ റിയൽ ഐസ് കൊണ്ട് എന്താ മഞ്ഞ് നേരിട്ട് ഞാൻ കാണുവാണ്. മഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ഗ്ലേസ്. ആ ഒരു വ്യൂ, ഇതൊക്കെ മെൽറ്റായിട്ടാണ് ഈ പുഴകളിലൊക്കെ വെള്ളം വരുന്നത്. നമ്മൾ കുറേ സമയമൊന്നും നിൽക്കാൻ പറ്റില്ല. ഷടപടേന്ന് പോയി 2-3 ഫോട്ടോസ് എടുത്ത് തിരിച്ചോടി, അല്ലെങ്കിൽ ട്രെയിൻ പോവും, പിന്നെ അടുത്ത ട്രെയിനേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പ് എത്തി. യോങ്ഫ്രോ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണോ, അതിന് വേറെ പ്രൊണൗൺസിയേഷൻ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് തന്നെ പറയുന്നു. പണി നടക്കുവാണ് ഇവിടെ 2 സൈഡിലും. കുറേ സ്ഥലങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. അതേ വന്നത് പുതുക്കി പണിയുന്നതാണോ എന്നും അറിയത്തില്ല. അങ്ങനെ നമ്മളെത്തി മക്കളെ, മഞ്ഞുമലയിലെത്തി. ഇതിവിടെ കാലാകാലം ഉണ്ടാവും. ഇതാണ് ഈ വെള്ളമൊക്കെ ആയി മാറുന്നത്. ഇതെന്താ പറഞ്ഞാൽ ഗ്രാവിറ്റി പുൾ ചെയ്യുമ്പോൾ ഇതിന് താഴോട്ട് പോയി 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 താഴോട്ട് ഇങ്ങനെ പോകും ഇതിന്റെ വെയിറ്റിൽ. അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കുറേ സ്റ്റെപ്പ് കയറി പോകണം, പിന്നെ ഒരു ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പ് പോകണം. ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് കയറാൻ പോവുകയാണ്. ഇതിനകത്ത് ഐസ് വെച്ചിട്ടുള്ളൊരു ഇതുണ്ട്. ഒരു നമുക്ക് കാണാനും നടക്കുമ്പോഴൊക്കെ ഐസുള്ള ഒരു ഇതുണ്ട്. അവിടെ ആരും ഫസ്റ്റ് പോവരുത്. ഔട്ട് സൈഡൊക്കെ പോകണമെന്നുള്ളവർ ഔട്ട് സൈഡ് പോയിട്ട് വേണം അവിടേക്ക് പോകാൻ. അവിടെ പോയാൽ പിന്നെ നമ്മുടെ ശരീരം ഫുള്ള് മരവിച്ച് കണക്കാവും. അതുകൊണ്ട് അങ്ങോട്ടാരും ഫസ്റ്റ് പോവരുത്. നമ്മൾ ടോപ്പ് പോവാണ് ലിഫ്റ്റ് കയറി. ഇവിടെ നമുക്കൊരു സിനിമ ഫീല്. ഇതെങ്ങനെയാണ് ഇവിടെ ഈ ഗുഹ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത്, ട്രെയിൻ വരുന്നത്, അതൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമ കാണിച്ചു തരുവാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം ഫസ്റ്റ് ടൈമിൽ, എങ്ങനെയാണ് ഇത്രത്തോളം ഡെവലപ്പ് ആയത്, ഇതിനെ പറ്റിയിട്ടൊക്കെ അവർ നമുക്കൊരു സിനിമ പോലെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഓരോ പോയിന്റിൽ നിന്നിട്ട് നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. ഇനി നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ടെറസിൽ പോവുകയാണ്. എൻ്റെ ഹൈറ്റ് കണ്ടോ, ഇത്രയും ഹൈറ്റിലോട്ടാണ് നമ്മൾ ഒറ്റ ഇതിൽ കയറി പോകുന്നത് ലിഫ്റ്റിൽ. നല്ല സ്പീഡിനാണ് പോകുന്നത് കേട്ടോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അത്രയും ഹൈറ്റിൽ നമ്മളെത്തി.
ഇതിൻ്റെ ഉള്ളിൽ സിസിൻ്റെ കുറേ ഷോപ്പുകൾ, ബ്രാൻഡ് വാച്ചസിൻ്റെ ഷോപ്പ്, പിന്നെ ചോക്ലേറ്റ്, ഒരു ലിൻ ചോക്ലേറ്റ് ഫാക്ടറി, ചെറിയൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ സൂറിച്ചിൽ എക്സ്പ്ലോർ ചെയ്യാത്തവർക്ക് ഇതിൻ്റെ ഉള്ളിൽ അത് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഔട്ട് സൈഡിലോട്ട് ഇറങ്ങുവാണ്. എൻ്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുമെന്നോ വരാൻ പറ്റുമെന്നോ നമ്മളിവിടെയൊക്കെ എത്തുമെന്ന് പോലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ശരിക്കും കണ്ണ് നിറഞ്ഞു പോയ ഒരു നിമിഷമെന്ന് തന്നെ പറയാം. ലൈഫിൽ ഒരു തവണയെങ്കിലും നമുക്ക് അവിടെ എത്താൻ പറ്റിയല്ലോ. അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചല്ലോ. ഈ മലയൊക്കെ പോലെ തോന്നുന്നു. ഒരുപാട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ താഴത്ത് നമുക്ക് ഇറങ്ങി നടക്കാൻ, പാത കാണുന്നത് നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞിട്ട് വേണം താഴെ പോയിട്ട് നടക്കുകയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഒത്തിരി പേര് നമ്മൾ ഈ നിൽക്കുന്നിടത്തൊക്കെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന കണക്കൊന്നുമല്ല, ഭയങ്കര ആളും തിരക്കും ക്യൂ ആണ്. എല്ലായിടത്തും ക്യൂ ആണ്, ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ക്യൂ നിന്ന് വേണം നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ. റിയൽ vs റിയാലിറ്റി എന്നൊക്കെ പറയൂലേ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കും, അവർ നമുക്ക് ഫോട്ടോ എടുത്തു തരും. ഞങ്ങളെ കൂടെ റോഡ് പോലെ ഗ്ലേസർ, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഗ്ലേസർ ഇൻ ദ ആൽപ്സ്. ഇതാണ് ശരിക്കും ഗ്ലേസർ എന്ന് പറയുന്ന സാധനമില്ല. ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഇറ്റ്സ് ഓൺ വെയിറ്റ് താഴോട്ട് ഇങ്ങനെ മൂവായി പോകും. ഇങ്ങനെ വളരെ തിക്കായിട്ടുള്ള ഐസാണ്. അതിൽ റോക്ക് സെഡിമെന്റ്സ് ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇത് ആണ് ഈ ശരിക്കും എക്കണോമിക്കലായിട്ട് സ്വിറ്റ്സർലാൻഡ് ഇത്രമാത്രം വെള്ളം ബാക്കി കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്, ക്ലൈമാറ്റിക്കലായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നതല്ല ഈ ഗ്ലേസേഴ്സിൻ്റെ. ഈ ഗ്ലേസിയർ 117 മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഐസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി അവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്ലേസർ. ഓക്കെ, പിന്നെ ലാർജസ്റ്റ് ലോങ്ങസ്റ്റ് ഗ്ലേസർ ഇൻ ദ ആൽപ്സ്. യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പോൺ ദ ഗെറ്റ് ആൻ ഐഡിയ ഹൗ ഹ്യൂജ് ഐസ് മാസ് ഇസ്. സ്ട്രെങ്തിങ് ഓവർ 20 കിലോമീറ്റർ. ഓക്കെ, ഇറ്റ് കവർ സർഫസ് അറൗണ്ട് 80 സ്ക്വയർ കിലോമീറ്റർ. ആൻഡ് യുനെസ്കോ വേൾഡ്. പിന്നെ എന്താണ് ഈ വെള്ളം ഉരുകിയാണെങ്കിൽ ഈ ഫുള്ള് ഈ സാധനം സപ്പോസ് ഉരുകി നോക്കുക, വെള്ളം കൊടുക്കാൻ ലോകത്തിന് മൊത്തം ഇവിടെ മാത്രമല്ല. ഫോർ 3.5 years 3.5 വർഷത്തേക്ക് ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം വെച്ച് കൊടുക്കാം. ഈ ഐസ് മൊത്തം ഉരുകിയാണെങ്കിൽ ഈ ഗ്ലേസിയർ. ഇതൊക്കെ എടുത്തിട്ട് സൗണ്ട് പോയി. താഴെ പോകാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുവാണ് അതിൽ. പിന്നെ അകത്ത് ലൈറ്റ് കുറച്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ജേണി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ട്രെയിൻ കയറി, പിന്നെ കേബിൾ കാർ കയറി, പിന്നെ ഇവിടെ വന്നു. ആ ഒരു ടൈറ്റിൽ ഡ്രീംസ് നമ്മളിവിടെ എത്തിയതാണ് അതിൽ കാണുന്നത്. പിന്നെ കേബിൾ കാറിൽ കയറി
next train ശരിക്കും സ്വപ്നം in the പോലെ top തന്നെ. view. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ ബോളിവുഡ് സിനിമയിലെ ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് താരം വന്നിട്ടുള്ളത്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം സ്നോയിൽ ഇറങ്ങുവാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എൻ്റെ. ഫസ്റ്റ് ടൈം കാണുന്നത്, കാല് വയ്ക്കുന്നത്, വാരിയെടുക്കുന്നത്. കൈയൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. കൈയൊക്കെ ഫ്രീസായി. കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ടും എനിക്ക് കുളു മണാലിയോ കാശ്മീരോ അങ്ങനെ നമുക്ക് സ്നോ ഉള്ള സ്ഥലങ്ങളിലൊന്നും പോവാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ 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 വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്. ആ സ്നോ ഒന്ന് കയ്യിലെടുക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. എന്നോട് ഒരു ടീ ഷോപ്പ് ഉണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ. അവിടെ നമ്മളൊരു കോഫി ഷോപ്പ്, കോഫി ടീ എല്ലാം ഉണ്ട്, ഡ്രിങ്ക്സ്. അവിടെ നിന്ന് ഇത് മേടിച്ചു, കോഫി മേടിച്ചു. പിന്നെ അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതുമായിട്ട് അവിടെ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മ്യൂട്ട് ചെയ്തു, കാരണം കഴിഞ്ഞ വീഡിയോയിൽ എന്തോ ഒരു കോപ്പിറൈറ്റ് വന്നു. അതിൽ മ്യൂസിക് ഒന്നും ഇല്ല, പക്ഷെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ ഞാൻ മ്യൂസിക്കൊക്കെ മാക്സിമം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കോപ്പിറൈറ്റ് എങ്ങനെ വരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കറിയില്ല അതെങ്ങനെ ആയാലും മ്യൂസിക്. ഞാൻ ഫുള്ളിരുന്ന് 2-3 തവണ കണ്ടു നോക്കി, എന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. സിപ്പ് ലൈൻ, പിന്നെ മറ്റേ ടബിൽ കയറിയിട്ട് ഇങ്ങനെ ഒഴുക്കി വിടുന്നത്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണവർക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾക്ക് തോന്നി നമ്മളാണ് ഫസ്റ്റ് എത്തിയതെന്ന്. പക്ഷെ നമുക്ക് മുമ്പ് തന്നെ ഒരു 10,000 പേര് അതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നടന്നു പോകുന്നത് ഒരു റിസോർട്ടിലോട്ടാണ്. ഇങ്ങനെ നടന്നതിൻ്റെ എൻഡിലൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഈ ബാഗും തൂക്കി പോകുന്നത് അങ്ങോട്ടാണ്. നമ്മൾ ഇതിൻ്റെ ആ എൻഡിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. എത്ര നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ഏരിയ ഫുൾ എക്സൈറ്റ്മെന്റിന്റെ പീക്ക് ലെവൽ. ഹൈ റിസ്ക് ഓഫ് ഡെത്ത് ആണ്. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലയെന്ന് അവർ പറയുന്നത്. ഓൺ റിസ്കിൽ നമുക്ക് എത്ര ദൂരം പോവാം, എന്ത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും ചെയ്യാം, തിരിച്ചു വരെ അതൊഴി പോവേ എന്താണോ ചെയ്യാമെന്ന് അവർ പറയുന്നത്. പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു രേഖയില്ല, ഒന്നുമില്ല. കയറ്റം കയറുന്നതുകൊണ്ട് തളർന്നു വായിച്ചു. അതിനോട്ടങ്ങ് ദൂരെത്തി നടന്നത് എത്തണം. എവിടെയെങ്കിലും ഇരിക്കാന്ന് വെച്ചാൽ മണ്ണ് കലർന്ന മഞ്ഞ് നനയും. കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്. ഞങ്ങൾ കുറേ ദൂരം മുന്നോട്ട് നടന്നു, നല്ല ലോങ് എത്തി. അവിടെ ഇരുന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ ചത്ത്. ഓക്കെ.
റെഡി? കുറച്ചുകൂടി കൂടെ പറഞ്ഞു. റെഡി 1 2 3. ഓക്കെ. അവിടെ കയറണം, അതുകൊണ്ട് ഭയങ്കര എനർജിയിൽ വച്ച് പിടിക്കുകയാണ്. കാല് പൂണ്ടിപ്പോയിട്ട് നടക്കാൻ പറ്റണില്ല. ഞാൻ അവിടെ ഇരുന്നോ, നടക്കാൻ വയ്യ. മുന്നോട്ടും പോയി മുകളിൽ അവിടെ എന്താ വ്യൂ ഉള്ളത് നോക്കാം. എന്തെങ്കിലും വ്യൂ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഷോ ഐ സിറ്റ് മുന്നോട്ടിൻ്റെ കോട്ട്. ഒരുപാട് ബോളിവുഡ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലം, കാണുമ്പോൾ പോവാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലം. ഫസ്റ്റ് എക്സ്പീരിയൻസ് മഞ്ഞിൽ. ഒരുപാട് ബോളിവുഡ് സിനിമകളിൽ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള സ്ഥലം. പാട്ടുകളിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്, ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസിൽ കണ്ട് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത സ്ഥലം. More than expectation this. കൈ തടുക്കും മഞ്ഞകത്ത് കയറിയിട്ട്. ഇന്നലെ രണ്ടുപേർ സ്കേറ്റിംഗ് ചെയ്തിട്ട് അവർ മിസ്സിങ് ആണ്. അപ്പോൾ അവരുടെ ഡെഡ് ബോഡി നോക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. മേഘം ഒഴുകി വരുന്നതുണ്ടോ? ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ ടിക്കറ്റ് ചെക്കർ ഉണ്ടാവുമല്ലോ ട്രെയിനകത്ത്. അപ്പോൾ അവിടെ ചോദിച്ചു, നമ്മൾ വന്നപ്പോൾ മഴയായിരുന്നല്ലോ, അപ്പോൾ ചോദിച്ചു ഇൻ കേസ് മഴയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, ഇത് ക്ലോസ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു മഴയാണെങ്കിൽ കൂടി ഈ ക്ലൗഡ്സ് വരുന്നത് ഇതിൻ്റെ താഴത്താണ്. നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ക്ലൗഡ്സ് വരത്തില്ല. അപ്പോൾ മഴ നമുക്ക് താഴത്തോട്ടേ ഉണ്ടാവത്തുള്ളൂ. നമുക്കതുകൊണ്ട് ഇതൊരിക്കലും ക്ലോസ് ചെയ്യത്തില്ല, നമുക്ക് കയറാം, ഇവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളത് ക്രോസ് ചെയ്ത് ഇറങ്ങുന്നതിന് മുമ്പ് ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂമുണ്ട്. വാഷ്റൂമിൽ പോകണമെന്നുള്ളൊരു വാഷ്റൂമിൽ പോയിട്ടൊക്കെ ഇറങ്ങാം. ബ്ലാഡർ ഫുള്ളായാൽ നമുക്ക് ഈ മഞ്ഞിൽ കൂടി നടക്കത്തില്ല. ഇതുപോലെ ഇതിങ്ങനെ താഴ്ന്നു പോകും. അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. കാരണം നടക്കും തോറും നമുക്ക് മുന്നോട്ട് നടക്കാൻ തോന്നും. അവിടെയാണോ പോയിട്ട് ഇവിടെയാണോ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ. സോ വാഷ്റൂമിലൊക്കെ പോയിട്ട് വരിക. പുറത്തിറങ്ങുമ്പോൾ കോഫി ഷോപ്പുണ്ട്. 5-6 ഫ്രാങ്കാണ് ഒരു കോഫിക്ക് വരുന്നത്. നേരത്തെ നമ്മളൊരു വെഡ്ഡിങ് ഷൂട്ട് കണ്ടല്ലോ, അവരുണ്ടാക്കി വെച്ച ഗ്ലൂ മാനാണിത്. അപ്പം ഞാനതിനെ റിപ്പയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഗ്ലൂ മാനാക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഐസ് മെൽറ്റാവാൻ തുടങ്ങി. താന്നു ഐസ് പൊട്ടുന്നുണ്ട്. Ready? 1 2 go. ഒരു റീലെടുക്കാനുള്ള തന്ത്രപ്പാടാണിത്. ശരിയാവുമെന്നറിയത്തില്ല. ശരിയായ ഷോർട്സിലിടാം. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ നിന്ന് നടന്നു വന്നിട്ട്
എന്നെ വലിച്ചിങ്ങനെ കൊണ്ടുപോകുന്നു നമുക്ക് പറക്കുന്ന നമുക്ക് മനസ്സിലായില്ലേ? അവിടുന്ന് നടന്നില്ല. ഇതിപ്പോ ക്യാമറ ഓണാണ്. ഓണാണ്. ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓടി വന്ന് എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ ഓണാണ്. ആ ഓക്കെ ഓക്കെ നോക്ക് മതി. കൊറേ ദൂരമായി പോയത്. ഓക്കെ അത് റെക്കോർഡാണ്. നീ ഇപ്പൊ ചെയ്യ, അത് പിന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. പോയില്ലേ ഒന്നുകൂടി ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ഞെട്ടണ്ട. ഇപ്പൊ ഉണ്ട് നോക്ക്. ഇനി എൻ്റെ വെറൈറ്റി സ്റ്റെപ്പുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് മനോട്ട എൻഡ് വരെ നടന്നു കൊണ്ടുവന്ന സാധനം. അതിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് തിരിച്ചു പോവാം. പാരാഗ്ലൈഡിങ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഞങ്ങൾ എടുത്തു. പക്ഷേ ആ ടൈമിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോയി പാരാഗ്ലൈഡിങ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കാരണം നാളെ നമ്മൾ ഇവിടുന്ന് ഇറ്റലിയിലോട്ട് പോകുവാണ്. അപ്പോൾ പിന്നെ ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡിന് നടന്ന് തിരിച്ചു പോകാൻ വേണ്ടി നോക്കുവാണ്. ഇനി നമ്മൾ ഐസ് റൂമിനകത്ത് പോവുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഈ പുറത്തെ തണുപ്പൊന്നും ഒന്നുമല്ല, ഫുൾ ഐസാണ്. നടക്കുമ്പോൾ തെന്നിപ്പോവും. നല്ല ബൂട്ട്സ്, ഗ്രിപ്പില്ലാത്ത ബൂട്ട്സ് ആണെങ്കിൽ തറയിൽ വീഴും. അത്രയ്ക്ക് ഐസും തണുപ്പുമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്ന പാസ്പോർട്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റാമ്പ് ചെയ്യുന്നത്. ഇതൊരു മെമ്മറിയാണ്. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. നമ്മളിവിടെ വിസിറ്റ് ചെയ്തു എന്നുള്ളതിനുള്ളൊരു മെമ്മറഫുൾ. അപ്പോൾ അതിൽ സ്റ്റാമ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി ചേർക്കാം. അപ്പോൾ അതൊരു മെമ്മറി ആയിട്ട് കിട്ടി. റിട്ടേൺ ജേണിയിൽ നമുക്ക് ലിൻഡ് ചോക്ലേറ്റ് കിട്ടി. നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. കാരണം നമുക്ക് പാരാഗ്ലൈഡിങ്ങിന് അവർ പറഞ്ഞ ടൈമിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ അത് ക്യാൻസലാവും. അപ്പോൾ നമ്മൾ അടച്ച പൈസ, ഓൺലൈനിൽ പേ ചെയ്ത പൈസ വേസ്റ്റ് ആവും. നാളെ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അത് അവർ മാറ്റി തരത്തുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും അത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിപ്പോവുകയാണ്. കേബിൾ കാറൊക്കെ കിട്ടിയാൽ നമ്മൾ കയറി. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ലോങ് ജേണിയിൽ പോകാമെന്ന് വിചാരിച്ച് അതൊന്നും നടന്നില്ല. കാരണം നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാനുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുമ്പോൾ ഇറക്കമായതുകൊണ്ട് നല്ല സ്പീഡിന് തന്നെ പോകുന്നുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്കൊരു ട്രെയിൻ കിട്ടണം. അത് കിട്ടിയാലേ നമ്മളെ പ്ലാനെല്ലാം നടക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സ്റ്റേ ഒന്നും വേണ്ടാത്തവർക്കേ ഇതൊക്കെ എൻജോയ് ചെയ്യാം അല്ലേ? ട്രക്കിങ് സ്റ്റേ ഒന്നും വേണ്ടാത്തവർക്കും ജസ്റ്റ് വന്നാലേ ഇതൊക്കെ എൻജോയ് ചെയ്യാം. കാണുന്നില്ല
കണ്ടാ ഈ ചാലില് ചാലിന്റെ മുകളിലോട്ട് നോക്കും. Bardziej bym pod górkę stał. Tak? Najbardziej tak. Lepiej bez górki iść. Nie. Seczkę i wtedy się podpierasz, a tak to idziesz, to cię wiesz. Bo idziesz. Ja wolę z górki pod górkę. റിസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അങ്ങനെ പശുമ്പുണ്ട്, പശുമ്പ് കാണത്തില്ല. കാണാം ഉറുമ്പഴയുന്നതാണ്. Lat i ma nie być. ലോക്ക് ചെയ്തിട്ട് സൂം ചെയ്യാൻ നോക്കില്ല പറ്റൂ. അവിടെ എത്ര മനുവേട്ടൻ ആ എൻഡിൽ പോയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണിത്. ഇതിൻ്റെ എൻഡിൽ ഒരു റിസോർട്ട്, അവിടെ ഇങ്ങനെയാണ് ഐസ് ഇങ്ങനെ മെൽറ്റായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിൽ നിന്ന് ഇറങ്ങി പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പാരാഗ്ലൈഡിങ് ആണ്. അത് കാണാം നമുക്ക് അടുത്തത്. ബായ്.